ചിന്ത സാധാരണഗതിയിൽ നമ്മളൊരു ക്ലിപ്പ് കാണാം, ഇന്ന് ഈ ഒരു കാലയളവിൽ കേട്ടിട്ടുള്ള എന്തെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ചില കാര്യങ്ങൾ. ഇന്നത്തെ ചിന്ത അധ്യാപകർക്കുള്ളൊരു സന്ദേശമാണ്. അതായത് അഷ്റഫ് എസ് എം വരിക്കോളി എന്ന് പറയുന്ന എൻ്റെ ഒരു വിദ്യാർത്ഥിനിയുടെ പിതാവ് കൂടിയാണ് അദ്ദേഹം. എനിക്ക് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വന്നിട്ടുള്ള ഒരു ചിന്തയാണ്: കുട്ടികൾ അങ്ങാടിയിൽ വരുമ്പോൾ ഓരോ ആവശ്യം പറഞ്ഞ് കരയുന്ന കാഴ്ചകൾ എന്നും കാണാറുണ്ട്. ആ സമയത്തെ അമ്മമാരുടെ വെപ്രാളവും. എന്നാൽ ഇന്ന് കണ്ടത് ഒരു അമ്മയുടെ കണ്ണീരായിരുന്നു. ഓഫീസിൽ നിന്നും ഇറങ്ങി ഉച്ച നമസ്കാരത്തിന് പോകുമ്പോൾ ഒരു കടയുടെ മുന്നിൽ കണ്ണുനീർ ഒളിപ്പിച്ച് നിൽക്കുന്ന ഒരു അമ്മയും മോളും. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാ മോള് കരയുന്നത്? അവർ ആദ്യം ഒന്നും മിണ്ടിയില്ല. ഞാൻ ചോദ്യം ആവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആ അമ്മ, ഏകദേശം ഒരു 30-35 വയസ്സ് തോന്നിക്കുന്ന യുവതിയാണ്, ഇടത് കൈപ്പുറം കൊണ്ട് മൂക്ക് തുടച്ചു, വലത് കൈ മുകളിലോട്ട് ഉയർത്തി ഒരു വെള്ള ഉടുപ്പ് കാണിച്ചിട്ട് പറഞ്ഞു, ഇവൾക്ക് ആ ഉടുപ്പ് വാങ്ങാൻ വന്നതായിരുന്നു. ഇവളുടെ കൂട്ടുകാരിക്ക് നാദാപുരത്തുനിന്ന് 200 ഉറുപ്പ്യക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 200 ഉറുപ്പ്യക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ ചോദിച്ചപ്പോൾ 300 ഉറുപ്പ്യാന്നാണ് പറഞ്ഞത്. വേറെ പല പീടിയിലും പോയി നോക്കി, എല്ലായിടവും 300 തന്നെയാണ്. അവൾ ഒന്ന് പറഞ്ഞു നിർത്തി. എന്തിനാ ഇപ്പോൾ വെള്ള വസ്ത്രം? നാളെ ആഗസ്റ്റ് 15 ആയതുകൊണ്ട് വെള്ളക്കുപ്പായിട്ട് ചെല്ലാൻ ഉള്ള ടീച്ചർ പറഞ്ഞതാ. അപ്പോൾ കൂടെയുള്ള കുട്ടി പറഞ്ഞു, എൻ്റെ എല്ലാ കൂട്ടുകാരികൾക്കും വാങ്ങിക്ക്, എനക്ക് മാത്രമല്ല. കൂടെയുള്ള ഉമ്മയുടെ ആ കൂടെയുള്ള കുഞ്ഞു പറയണം. ഇത് കേൾക്കുമ്പോൾ അവളുടെ ശബ്ദം ഇടറാൻ തുടങ്ങി. എന്താ പ്രശ്നം? പൈസ ഇല്ലേ? അവളൊന്നും മിണ്ടിയില്ല. ആ സമയം മകൾ പറഞ്ഞു, അമ്മയുടെ അടുത്ത് 200 ഉള്ളൂ, പിന്നെ 25 ഞങ്ങൾക്ക് ബസ്സിനേ ഉള്ളൂ. അവരുടെ ഒരു നാദാപുരത്തെ ശൈലിയിലുള്ള. അമ്മയുടെ കണ്ണുരുട്ടൽ വകവെക്കാതെ ആ കുട്ടി പറഞ്ഞു തീർത്ത്. ഞാൻ അവരോട് തൊട്ടടുത്ത് എൻ്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. മടിച്ചാണെങ്കിലും അവർ കൂടെ വന്നു. ഓഫീസിലെത്തിയപ്പോൾ ഞാൻ അവരുടെ കുടുംബത്തെ പറ്റി ചോദിച്ചു. ഭർത്താവ് ഓട്ടോ ഡ്രൈവറാണ്. കിട്ടുന്ന പൈസ ലോട്ടറിക്കും കുപ്പിക്കൊക്കെ ഉള്ളത് കഴിച്ച് ബാക്കിയേ അവക്കും മക്കൾക്കും ഉള്ളൂ. ചിലപ്പോൾ കിട്ടിയാൽ കിട്ടും, അത്ര തന്നെ. ജീവിതത്തിൽ അധ്വാനിച്ച് ജയിക്കാൻ കഴിയില്ല എന്ന് തോന്നൽ കൊണ്ടാവാം അയാളെന്നും പല ലോട്ടറി ടിക്കറ്റുകളും എടുക്കുന്നത്. മറ്റനേകായിരം പേരെ പോലെ അയാളും നിരാശ ഏറ്റുവാങ്ങിക്കൊണ്ട് പിന്നെയും അങ്ങനെ പോകും. അവൾ ചെറിയ ജോലികൾ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് കുട്ടികളുടെ പഠനം നടത്തുന്നത്. അവൾ തുടർന്നു. കഴിഞ്ഞ ആഴ്ച ഇളയ കുട്ടിക്ക് കളർ ഡേ എന്ന് പറഞ്ഞൊരു മഞ്ഞ ഉടുപ്പ് വാങ്ങി. അതാ ഇപ്പോൾ തീരെ പൈസ ഇല്ലാതായി പോയത്. 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ആരോടെങ്കിലൊക്കെ വാങ്ങാമായിരുന്നു. ഞാൻ പറഞ്ഞു, സാരല്ല, 100 രൂപയുടെ പ്രശ്നമല്ലേ, നമുക്ക് വാങ്ങാം. ഞാനത് പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ കണ്ണുകൾ കാണേണ്ടതായിരുന്നു. അപ്പോഴാണ് രാവിലെ ജോലിക്ക് വരാൻ നേരത്ത് കൊച്ചുമോൾ പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. ഉപ്പാപ്പ, വൈകുന്നേരം വരുമ്പോൾ എനിക്ക് ഫ്ലാഗും തൊപ്പിയും കൊണ്ടുവരണേ. അപ്പോൾ ഏറ്റവും ഇളയതും പറയുന്നുണ്ടായിരുന്നു, എനിക്കും വേണം. ആ കുട്ടിക്ക് 100 രൂപയും ഒരു ഫ്ലാഗും തൊപ്പിയും വാങ്ങിക്കൊടുത്ത് പറഞ്ഞയക്കുമ്പോൾ ഞാനതൊക്കെ ഓർത്തു. ഇങ്ങനെ എത്ര അമ്മമാർ ഈ വിഷയങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടാവും. ആഗ്രഹങ്ങളുണ്ടായിട്ടും ഹൈടെക് സ്കൂളിൽ പറഞ്ഞേക്കാതെ സാധാരണ സ്കൂളിൽ പറഞ്ഞയച്ചിട്ടും ഇവിടെയും അങ്ങനെയാണ്. പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, ഇങ്ങനെ കളേഴ്സ് ഡേയും ഡ്രസ് കോഡും ഒക്കെ കുഞ്ഞുങ്ങളിൽ പറഞ്ഞു വിടുമ്പോൾ ജീവിതത്തിൻ്റെ 2 അറ്റം മുട്ടിക്കാൻ പാടുപെടുന്ന കുടുംബത്തെയും ഓർത്ത് മുന്നോട്ട് പോവുക. കുഞ്ഞുങ്ങൾക്ക് ടീച്ചർ പറയുന്നതാണ് അവസാന വാക്ക്. അത് നിറവേറ്റി കൊടുക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരാണ് ഇന്നത്തെ രക്ഷിതാക്കൾ. അതുകൊണ്ട് പ്ലീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സന്ദേശമാണ്. അതെ. എന്തു പറയുന്നു സിദ്ദീഖ് സലാഹി? ഇത് അധ്യാപകർക്കുള്ള സന്ദേശം, അതോടൊപ്പം തന്നെ നമ്മുടെയൊക്കെ ചുറ്റുപാടുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുടെ അവസ്ഥയാണ്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ ഈ മഴക്കാലത്ത് സ്കൂള് വിട്ട് വരാന്തയിൽ കുട്ടികളൊക്കെ ഇങ്ങനെ വരിയായി പോകുന്നത് ഇങ്ങനെ നോക്കി വെക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, സാർ ഈ കുടയൊന്ന് തുറന്നു തരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കുറച്ച് ബലം പിടിക്കേണ്ടി വന്നു ആ കുട തുറക്കാൻ. കാരണം കുട ഒരുപാട് പഴകിയതായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് വന്നത്. കാരണം ഒരുപാട് ഓട്ട വീണ് ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളൊരു കുടയുമായിട്ടാണ് സത്യത്തിൽ ആ കുട്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ആ കുട്ടി അങ്ങനെ വരാനുള്ളതിൻ്റെ ഒരു കുടുംബ പശ്ചാത്തലമുണ്ടായിരിക്കും. ഇതുപോലെ നിരവധി കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ അധ്യാപകർ പ്രത്യേകം ശ്രദ്ധിക്കണം.
അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾക്ക് കൂടി അതിനൊരു ബാധ്യതയുണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തൊട്ടപ്പുറത്ത് കാണുന്നതൊക്കെ എനിക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതെ, അതുപോലെ പിന്നെ മറ്റുമല്ല, ഇന്ന് പൊതുവെ ഒരു പല കാര്യങ്ങളും സ്വന്തം ആവശ്യങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ അപ്പുറത്തേക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ അത് ആവശ്യമായി മാറണം. അതെ, ഇപ്പോൾ സ്റ്റാറ്റസ് കണ്ടിട്ട് നമുക്കും അതേപോലെ പോകണം. അങ്ങനെ നിർബന്ധിക്കപ്പെടുന്ന ഒരു പരിമിതികൾക്കപ്പുറത്തേക്ക് പോവേണ്ടി വരുന്ന അവസ്ഥ കുടുംബ രംഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അധ്യാപകരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞത്. അതെ, അതിപ്പോൾ കളേഴ്സ് ഡേ, അതേപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ഡേ എന്നൊക്കെ പറയുമ്പോഴും അവിടെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രയാസകരമായ ഒരു സമീപനം ഉണ്ടാകാതിരിക്കാൻ സ്കൂൾ അധികൃതർ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാവുന്നു. അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ ഇന്നത്തെ ചിന്ത ശ്രോതാക്കളിലേക്ക് ഒരു ചിന്തയായി തന്നെ അത് എത്തിയിട്ടുണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്.